ഹായ് ഗായ്സ്, നമ്മളിന്ന് പാരീസിൽ പോവാ. ഞങ്ങൾ ഇത്രയും പേരുണ്ട്, അഖിലും ഉണ്ട്. ഞങ്ങൾ രാവിലെ 3:45 ഉള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ബസ്സുണ്ട്. ഈ ബസ്സിൽ പോയാൽ 6 മണിയുടെ ഫ്ലൈറ്റ് കിട്ടും. അപ്പം നമുക്ക് എയർപോർട്ടിൽ വെച്ച് കാണാം. ഞങ്ങൾ ലിഫ്റ്റിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ ഒന്നും ആയില്ല. 4 മണി ആവുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് 3:45 ഓടുന്നൊരു ബസ്സുണ്ട്. ആ ബസ്സിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് 6 മണിക്ക് ഉള്ള ഫ്ലൈറ്റിൽ പോകാനാണ്. ഞങ്ങൾ വെബ് ചെക്കിൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ നാളായി വീഡിയോസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം ഞങ്ങൾ വീടൊക്കെ മാറി. പിന്നെ ഞാനിവിടെ ഒരു ജർമ്മൻ ഇൻ്റഗ്രേഷൻ കോഴ്സിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അതുകൊണ്ടാണ് അഖിൽ അവിടെ നിന്ന് തലയാട്ടി കൊണ്ട് കാണിക്കുന്നത്. ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതെ. ഇനി എനിക്ക് ഡെയിലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കട്ടെ. ഞങ്ങൾക്ക് അങ്ങനെ ബസ് കിട്ടി. ആരുമില്ല ഈ ബസ്സിൽ, ഞങ്ങളും കുറഞ്ഞ 2 പേരും. ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോകുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇനി ട്രെയിൻ കയറി എയർപോർട്ടിൽ പോകണം. ഇപ്പം സമയം 4:15 ആയതേ ഉള്ളൂ. കറക്റ്റ് സമയം. അവള് നേരത്തെ എത്തുമല്ലേ? 1.5 മണിക്കൂർ മുമ്പ് തന്നെ എത്തും. എന്ത് പോയിന്റെ കൂട്ടി കുറയ്ക്കുകയും ചെയ്യുന്നത് ജീവിതത്തിലേക്കുള്ള പോയിന്റ്. ഭർത്താവിന്റെ പോയിന്റ് കുറച്ചോണ്ടിരിക്കുന്ന ഒരു ഭാര്യ. ഞങ്ങൾക്കിനി 7 മിനിറ്റിനുള്ളിൽ വരും ഫ്ലൂഗാഫൻ BER എയർപോർട്ട്. ഞങ്ങളുടെ ട്രെയിൻ വന്ന് ഞങ്ങൾ കയറുക. ഞങ്ങൾക്ക് വേണ്ടി ഒരു ട്രെയിൻ, വേറെ ആരുമില്ല. കൊള്ളാലോ. എവിടെയെങ്കിലും സിറ്റു. എന്തിനാ അടി കൂടുന്നത്? ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. പൊടിയാണോ? ഇവിടുന്ന് ഒരു 45 മിനിറ്റ് ആവുമ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തും. ഈ ട്രെയിൻ ഡയറക്റ്റ് എയർപോർട്ടാണ്. പിന്നെ ഇനി വേറെ കയറിയെന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ വെബ് ചെക്കിൻ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. 17 പേരിൽ കാണുമല്ലോ. ധാരാളം. ഞങ്ങൾ എയർപോർട്ടിലെത്തി. 4:45 ഞങ്ങൾ നേരത്തെ എത്തിയത്. 6:30 ഫ്ലൈറ്റ്. ഇപ്പോഴൊന്നും ചെക്കിങ്ങോ ബോർഡിങ്ങോ ഒന്നും തുടങ്ങത്തില്ല. ഇനി ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കാന്ന് വിചാരിക്കുന്നു. നമുക്ക് 6:40 പാരീസ് ഒർലി എയർപോർട്ടിൽ ഇറങ്ങുന്നത്. 6:40 ഉള്ളൂ. 5 മണി പോലും ആയില്ല. എന്തിനാണോ എന്തോ ഇത്ര നേരത്തെ വന്നത്. ഇനിയൊരു കോഫിയൊക്കെ കുടിച്ചിരിക്കാം. രാവിലെ കോഫിയും എന്തെങ്കിലും കൂടെ കഴിക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ട്രിപ്പ് ഫുൾ ചാർട്ട് ചെയ്തേക്കുന്നത് ശരത്താണ്. ഷീറ്റ് വരെ ഉണ്ടായിക്കൊണ്ടാ വന്നേക്കുന്നത്. ഞാൻ 2 ദിവസത്തെ ട്രിപ്പ്, ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. കാരണം പാരീസ് നല്ല എക്സ്പെൻസീവാ. 2 ദിവസം പോയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല എക്സ്പെൻസീവാ. എയർപോർട്ടിനുള്ളിലെത്തി. ബെർലിൻ എയർപോർട്ടിൽ നമ്മൾ ഒരുപാട് നേരത്തെ, അഖിലിലൂടെ എപ്പോൾ എവിടെ പോയാലും അഖില നേരത്തെ ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ നേരത്തെയാ. പിന്നെ ഞങ്ങൾ ഓൾറെഡി ചെക്കിൻ ചെയ്തു. ചെക്കിൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ചെക്കിൻ ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിട്ട് സെൽഫ് ചെക്കിൻ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ചെക്കിൻ ചെയ്യാൻ വേണ്ടി ഇരിക്കും. നല്ല ക്യൂ ഉണ്ട് ചെക്കിങ്ങിന്. ഇവിടെ എന്തും നടക്കുന്നേ? എന്തുവാ? സെക്യൂരിറ്റി ചെക്കിൻ ഫൈനലി കഴിഞ്ഞു. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീയിൽ കയറി. ഇവിടുത്തെ ഒരു കള്ളിന്റെ കുപ്പി വെച്ചിട്ടുണ്ടാക്കിയേക്കുന്ന TV ടവർ. എന്തിയോ ഈ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കള്ളല്ലേ ഇത്? ലിക്കറല്ലേ? ഹെർബൽ ഡ്രിങ്ക്. ഇതിന്റെ ചെറിയ കുപ്പി വെച്ചുണ്ടാക്കുന്ന TV ടവർ. കൊറേ ഉണ്ടല്ലോ. ശിവാശ്രീകല് വേണ്ട. ഇതോ ജെഡിയുടെ ഒരു ശേഖരം തന്നെ. നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുക. ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള ക്യൂ ഇല്ല. ഫ്ലൈറ്റിൽ കയറി. അയ്യോ,
അപ്പോൾ ഞങ്ങള് ഫ്ലൈറ്റിൽ കയറി സീറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരേ ഇതിൽ കിട്ടി. വൈഷ്ണവി, ഞാൻ, ശരത്ത്, അഖിൽ അങ്ങ് അവിടെ ഒരേ ഇതിൽ കിട്ടിയില്ല. അഖിൽ വേറെ, ഞങ്ങള് മൂന്നുപേരും ഒരേ ഇതിൽ. സൈഡ് സീറ്റ് വൈഷ്ണവി കൊണ്ടുപോയി. എന്റെ എന്റെ കരളിലെ പാട്ടിനോ മറന്ന് തെറ്റിപ്പറന്ന് പൊന്നിക്കിനങ്ങളെല്ലാം ഒന്നിച്ചെടുത്ത കരളിനകത്ത് ജില്ലടച്ചതല്ലേ. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറാ ട്രാവൽ. അത് കഴിയുമ്പോഴേ ലാൻഡ് ചെയ്യത്തുള്ളൂ. സിറ്റി ഓഫ് നമുക്ക് പറ്റിയത് എഴുതാനോ. ഞാൻ ആദ്യം പരിപാടി വ്ളോഗ് എടുക്കുന്നതിന് ഞങ്ങൾ വ്ളോഗ് ഇതൊക്കെ വീഡിയോ എടുക്കണം, റീൽസ് ചെയ്യണം. അവിടെ അത് രണ്ടും എവിടെയൊക്കെ കയറണം, അങ്ങനെ ട്രിപ്പിന്റെ പ്ലാനിങ് അവരുടെ ടെൻഷൻ. ഞങ്ങളുടെ ചെലവ് എന്തൊക്കെ ഉണ്ടാക്കണം, എവിടൊക്കെ നിന്ന് നമുക്ക് റീൽസ് എടുക്കണം, ഇതൊക്കെ ഞങ്ങളുടെ ചിന്ത. അതാണ് നമ്മുടെ ചിന്തകൾ. നമ്മുടെ ഫ്ലൈറ്റ് അപ്പൊ ആൾക്കാർ മണ്ണന്മാരൊക്കെ ഞങ്ങള് പാരീസിലെത്തി. ഫൈനലി വി റീച്ച്ഡ് പാരീസ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പ്. ഈ മന്ത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഞങ്ങൾ പാരീസിൽ പ്രീ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി വന്നു. അല്ലേ മിണ്ടത്തില്ല. എൻ്റെ വ്ളോഗിലൊന്നും അഖിലും മിണ്ടത്തില്ല. പക്ഷെ വേറെ ആരുടെയിലും ഒക്കെ ആണെങ്കിൽ അഖിലും മിണ്ടുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. ആ വ്ളോഗ് താണ്ട് വൈഷ്ണവിയുടെ അതിനകത്ത് അഖിലും നല്ല ആക്റ്റീവാ. ഇതിനകത്ത് അഖിൽ ആക്റ്റീവ് ആകത്തില്ല. ഞങ്ങൾ 8:30 കറക്റ്റ് 8:30 ലാൻഡ് ചെയ്ത്. ഞങ്ങൾ എയർപോർട്ടിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ബസ് ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി അവർ ടിക്കറ്റ് എടുക്കാൻ പോയി. എന്നാലേ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പോകാം. അല്ലെങ്കിൽ പിന്നെ ഒരു കാർഡ് എടുക്കുകയാണെങ്കിൽ 2 ദിവസം നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് ബസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇവിടെ എയർപോർട്ടിനുള്ളിൽ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചോദിച്ചപ്പോൾ €2 കൂടുതലായിരുന്നു. പക്ഷേ ഓൺലൈൻ നോക്കിയപ്പോൾ €2 കുറവേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് വേണമെന്ന് നോക്കുമായിരുന്നു. എനിക്ക് എയർപോർട്ടിനുള്ളിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, കാരണം എൻ്റെ ഫോൺ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ കാർഡ് എടുത്ത് അവർ ഓൺലൈനായിട്ടും എടുത്ത് ടിക്കറ്റ്. എയർപോർട്ടിനുള്ളിൽ നിന്ന് തന്നെ ഞങ്ങൾ ട്രെയിൻ എടുത്ത് ഞങ്ങളിനി നോട്ടർഡാമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മഗ്ഡി ഉണ്ട്. അപ്പോൾ മഗ്ഡിയിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഡയറക്റ്റ് നോട്ടർഡാമിൽ പോകാനാണ് പ്ലാൻ. ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് ഇല്ലായിരുന്നു, കാരണം 1 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ പാരീസിലോട്ട് ട്രാവൽ. ഫൈനലി നമ്മൾ പാരീസ് എത്തി ഗായ്സ്. ഞങ്ങളിവിടെ വന്ന ഉടനെ മഗ്ഡിയിൽ കയറി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. താങ്ക് യു, വെൽക്കം. ഞങ്ങൾ നോട്ടർഡാമിൽ പോകാൻ വേണ്ടി വഴി നോക്കി പോവാ, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട്. ഇന്ന് കുഴപ്പമില്ലാത്ത വെതർ, കുറച്ച് സൺലൈറ്റൊക്കെ ഉള്ളൊരു വെതർ. ഞങ്ങൾക്ക് എയർബിഎൻബിയിൽ വൈകിട്ട് 3 മണിക്കാണ് ചെക്കിങ്. അപ്പോൾ അത്രയും നേരം വെറുതെ ഇരിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ നോട്ടർഡാമിൽ കയറിയിട്ട് അത് കഴിഞ്ഞിട്ട് എയർബിഎൻബിയിൽ പോവാന്ന്. 3 മണിക്കേ ഉള്ളൂ ചെക്ക്. നല്ല ഭംഗിയുണ്ടല്ലേ, സൂപ്പർ. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ബിൽഡിംഗ്. പൂത്തേക്ക് നോക്ക്. വാവ്, സൂപ്പറായിട്ടുണ്ട്. വാവ്, നമ്മൾ നോട്ടർഡാമിലെത്തി. ഇവിടെ ഇങ്ങനെ ആളുകൾ സ്റ്റെപ്പിൽ ഇരുന്നിരുന്നിരുന്ന് കാണുന്നു. ഇതിനുള്ളിൽ കയറണമെങ്കിൽ എക്സ്ട്രാ ടിക്കറ്റ് എടുത്തിട്ട് കയറണം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ടിക്കറ്റ് പ്രീ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നല്ല ക്യൂ ഒരുപാട് മണിക്കൂറോളം ക്യൂ നിന്നിട്ടേ നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ. നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് ക്യൂവിൽ നിന്നിട്ട് കയറാൻ പറ്റും. പിന്നീട് ഞങ്ങളൊരു സോവനിയർ കടയിൽ വന്ന കുറച്ച് സോവനിയേഴ്സൊക്കെ മേടിക്കാൻ. അന്നേരം നമ്മൾ എമിനിയിൽ പാരീസിലെ
ആ ഒരു തൊപ്പി കണ്ട്, അങ്ങനെ അത് ഞാൻ ഒരെണ്ണം എടുത്ത്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് സോനിയസ് നല്ല ഭംഗിയല്ലേ. ഇവിടുത്തെ ട്രെയിനിൽ ഇരുന്ന് പോവാ. നോക്കൂ, എന്തുവാ നമ്മളെ നാടൻ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ പോകുന്നത്. എക്സിറ്റ് പോവാൻ. ഇതെങ്ങനെ എക്സിറ്റ് ഇവിടെ? ഞങ്ങൾക്കറിയാൻ വയ്യ ഗായ്സ്, ഇതിനകത്ത് എങ്ങനെയാ എക്സിറ്റ് അടിക്കണ്ടേന്ന്. ജസ്റ്റ് അങ്ങനെ തള്ളി തുറന്നാ മതിയോ? അങ്ങനോ? ഞങ്ങൾ ഈ മുനിയാൻഡി വില്ലാസിൽ തേടി വന്നതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, നമ്മുടെ നാടൻ ഫുഡ് കഴിക്കാൻ. പാരീസിലെ ഈ ഒരു സ്ട്രീറ്റ് ഫുൾ നമ്മളെ ഇന്ത്യൻ ഫുഡും സാരീസും സ്വർണ്ണക്കടയും ഇങ്ങനെ ഒരുപാട് നമ്മുടെ ഐറ്റംസ്, നമ്മളെ നാട്ടിൽ ചെന്ന ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ വന്നത്. അതേമാതിരി ഫുഡായാലും നല്ല നല്ല നമ്മുടെ നല്ല നല്ല ഫുഡുകളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സാരിയൊക്കെ എടുത്തു. എയർബിഎൻബിയിലോട്ട് പോകാം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അത് പിന്നീട് കാണിക്കാൻ പറ്റിയില്ല, ആക്രാന്തം കാരണം എല്ലാം കൂടെ തിന്ന്. ഇപ്പം നമ്മൾ എയർബിഎൻബിയിലോട്ട് നടക്കുന്നത്. 4:30 ഞങ്ങൾ വൈകിട്ടൊരു ക്രൂസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ക്രൂസിന് പോകണം. ഇതുവരെ ഞങ്ങൾ വന്നിട്ട് ഈഫിൾ ടവർ കണ്ടില്ല അവിടെ. അത് ക്രൂസിന് പോകുമ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നത്. ലക്ഷ്മി റെസ്റ്റോറൻറ്റ് ഇവിടെ ഫുൾ നമ്മളെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റും സാരിക്കട സ്വർണ്ണക്കട ഒക്കെ തന്നെ. ഞങ്ങൾ ഫൈനലി ഞങ്ങൾ എയർബിഎൻബിയിലെത്തി. ഇനി ഇവിടെ ചെക്ക് ഇൻ ചെയ്യണം. ഞങ്ങൾ 2 സാരിയൊക്കെ മേടിച്ച്, ഒരു വളക്കാപ്പ് വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി 2 സാരി, കുപ്പിവള എല്ലാം തയ്ക്കാതെ സ്റ്റിച്ച് ചെയ്യാൻ വരെ ഞങ്ങൾ കൊടുത്ത്. കുപ്പിവളയൊക്കെ മേടിച്ചു. ഈ നമ്മുടെ എയർബിഎൻബിയിൽ മൈലാഞ്ചി എയർബിഎൻബിയിൽ ചെക്ക് ഇൻ ചെയ്യണം. നമ്മൾ ചെക്ക് ഇൻ ചെയ്തല്ലേ, അവര് പാസ്വേഡൊക്കെ അയച്ചു. ചാവി ഒന്നും വേണ്ട, അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. പിന്നെ അടിച്ചു കൊടുക്കുമ്പോ തുറന്നു ഞാൻ കേറി. ഫ്ലോർ 2 കേറി ഇങ്ങോട്ട്. തുറന്നോ? ഇവിടെ എയർബിഎൻബിയിൽ കീ ഒന്നും ആരും കൊണ്ടുതരില്ല. നമ്മൾ ഓൾറെഡി അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ അവിടെ എത്തുന്നതിൻ്റെ ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേ മുമ്പ് അവർ നമുക്കൊരു പാസ്വേഡ് തരും. അപ്പോൾ ആ പാസ്വേഡ് ഇവിടെ കൊടുക്കുമ്പോൾ അതിനുള്ളിൽ ഈ ഒരു ചാവി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് നമ്മൾ ചാവി എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് റൂമിൽ കയറാം. നമ്മൾ എയർബിഎൻബിയിലെത്തി. ഒരു കുട്ടി എയർബിഎൻബി ആണ്. ഒരു ബെഡ്റൂം നല്ല ക്യൂട്ടായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ കേട്ടോ, ഞങ്ങളിനി ഒരു ക്രൂസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ക്രൂസിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി. ഇനി നമ്മളിപ്പോൾ ഇറങ്ങും ക്രൂസിലോട്ട് പോകാൻ വേണ്ടി. എല്ലാവരും റെഡി ആവുമോ? അവിടെ ഫോട്ടോ എടുക്കുന്ന 2 പേര്. ഭയങ്കര വെയിലല്ലോ. അഖില താണ്ടിരിക്കുന്നു. ഇത് ഞങ്ങളെ എയർബിഎൻബി. ഇനി ക്രൂസിനും പോകുന്നു. ഈഫിൽ ടവർ വന്നിട്ട് ഇതുവരെ കണ്ടില്ല. ഈഫിൽ ടവറും പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തൊന്ന് കാണാൻ പോവുക. അഖിൽ ജാക്കറ്റ് എടുക്കാതെ ഇറങ്ങി തിരിച്ചു വിടുന്നത്. ഇന്നത്തെ സ്റ്റാർ ശരത് എസ് കുമാർ. എല്ലാരും റെഡിയായി ഇറങ്ങി. വൈഷ്ണവൊന്നും അറിയാത്തനൊക്കെ പോസ് ചെയ്യുന്നതൊക്കെ. നമ്മള് ഫൈനലി ഈഫിൽ ടവർ കണ്ടതിന്റെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടോ? പൂത്ത് നോക്കിയേ. വാവ്, നല്ല സൺസെറ്റ് ഒക്കെ ആയിപ്പോ. കൊള്ളാം, നൈസ്. ഈഫിൽ ടവർ കണ്ടപ്പോഴേ ഒരു സന്തോഷം. ക്രൂസിന് നമ്മൾ ഓൾറെഡി ലേറ്റായി, ക്രൂസ് എടുക്കാറായി. അങ്ങനെ ഞങ്ങൾ ഓടി കയറാൻ പറഞ്ഞവര്. നല്ല ക്രൂസ് ട്രിപ്പായിരുന്നു. ഈഫിൽ ടവറിനൊക്കെ നമ്മൾ കയറിയില്ല. നമ്മൾ അതിന് വരെ ക്രൂസ് ട്രിപ്പായിരുന്നു എടുത്തത്. കാരണം ഈഫിൽ ടവറിന് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ഞങ്ങൾ 1 മന്ത് മുമ്പേ ഈഫിൽ ടവറിന് ടിക്കറ്റ് നോക്കിയപ്പോഴും നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ക്രൂസ് നമുക്ക് 15 യൂറോയ്ക്ക് ഒരാൾക്ക് കിട്ടിയായിരുന്നു. ഇത് പക്ഷേ വർത്തായിരുന്നു ഈ ക്രൂസ് ട്രിപ്പ് എടുത്തത്.
നമ്മൾ ക്രൂസ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ മാക്രോൺസ് കൂടെ ഇൻക്ലൂഡ്, അങ്ങനെ ഞാൻ അതിൻ്റെ റെസ്റ്റോറൻറ്റോ കഫേ എങ്ങാണ്ട് നോക്കി പോവാം. ഇന്നത്തെ ഈ ഒരു ട്രിപ്പിൻ്റെ ഫുൾ ചാർട്ടും ശരത്താണ് നമ്മളെ നയിക്കുന്നത്. എന്തുകൂടെ നോക്കുന്നേ? ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി പാരീസിൽ വരെ വന്നത് തന്നെ. ഞങ്ങളത് കണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ അവരെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് പിന്നെ നേരെ നമ്മളെ ശരവണഭവനിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഫസ്റ്റ് ഡേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ഡേ നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.